Yoast എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ആണ് നമ്മൾ SEOക്ക് വേണ്ടി വേർഡ്പ്രസ്സിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടന്റ്സ് എല്ലാം ഓൺ പേജ് SEOക്ക് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയും അതുപോലെ തന്നെ ആ വെബ്സൈറ്റിൻ്റെ ഉള്ള കണ്ടന്റ് അടിയൊക്കെ ചെയ്തിരുന്നു അല്ലേ. ഇനി നമ്മൾ SEOക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലഗിൻ യൂസ് ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അതായത് യോസ്റ്റ് എന്ന് പറയുന്നൊരു പ്ലഗിൻ ആണ് നമ്മൾ SEOക്ക് വേണ്ടി വേർഡ്പ്രസ്സിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഓൺ പേജ് SEOക്ക് വേണ്ടിയിട്ട് വേർഡ്പ്രസ്സിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലഗിൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതുപോലെ തന്നെ എങ്ങനെ കോൺഫിഗർ ചെയ്ത് നമ്മുടെ കണ്ടന്റ്സ് എല്ലാം ഓൺ പേജ് SEOക്ക് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം പറ്റുവാണെങ്കിൽ നിങ്ങളൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതിന് ഞാൻ റിപ്ലൈ തരാം. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ഹോം പേജ് ഇതാണ്. ഇത് നമ്മളൊരു ടെസ്റ്റ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. റിയൽ ആയിട്ടുള്ള വെബ്സൈറ്റ് അല്ല. ഈ ഒരു വെബ്സൈറ്റിന്റെ ഹോം പേജ് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ ലൈവ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ടെസ്റ്റ് വെബ്സൈറ്റ് നമ്മൾ എടുത്ത സ്ഥിതിക്ക് ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഓൺ പേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളൊരു ടെസ്റ്റ് വെബ്സൈറ്റിൽ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യോസ്റ്റ് SEOയുടെ ഉള്ളിൽ എങ്ങനെയാണ് യോസ്റ്റ് SEO യൂസ് ചെയ്ത് എങ്ങനെയാണ് ഓൺ പേജിന്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പേജസിന്റെ ഉള്ളിൽ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഹോം പേജ്, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഹോം പേജിന്റെ ഉള്ളിൽ വന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ടൈറ്റിൽ വരിക. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ടൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ പേജിന്. അതുപോലെ തന്നെ ഇത് നമ്മൾ കൊടുത്തിട്ടുള്ള H2 ടാഗ് ആണ്, ഇത് അതിൻ്റെ ഉള്ള കണ്ടന്റ്സ് ആണ്, ഇതൊരു ഇമേജ് ആണ്, ഇത് വേറൊരു ടാഗാണ്, H3 ടാഗ് ആണ്, ഇതും ഒരു കീവേഡ് ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് അതിൻ്റെ ഉള്ള കണ്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കോസ്റ്റ് ഡീറ്റെയിൽ. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് യോസ്റ്റ് SEOയുടെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് യോസ്റ്റ് SEOയുടെ ഉള്ളിൽ നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണ് ഈ ഒരു കോൺഫിഗറേഷൻ ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള ഓൺ പേജിന്റെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ ടൈറ്റിലാണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമ്മളിവിടെ കീവേഡ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, മെയിൻ ആയിട്ടൊരു കീവേഡ് ഇപ്പൊ നമ്മളിവിടെ എന്താ സെലക്ട് ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതായിരിക്കണം നമ്മൾ ഇനി നമ്മുടെ ടൈറ്റിൽ കൊടുക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന കീവേഡ് ആയിരിക്കും നമ്മൾ നമ്മുടെ ടൈറ്റിൽ കൊടുക്കുക. അതായിരിക്കും നമുക്ക് റാങ്ക് ചെയ്യാനായിട്ട് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മുടെ ടൈറ്റിൽ കൊടുത്തു. വെബ്സൈറ്റിന്റെ കണ്ടന്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റിന്റെ ഉള്ളിൽ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ H2 ടാഗ് ആയിട്ട് എന്ത് കൊടുക്കുന്നു, നമ്മുടെ മെയിൻ കീവേഡ് തന്നെ നമ്മളിവിടെ കൊടുക്കുന്നു. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുത്തു. അതിനുശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ്സ് ഞാൻ ആഡ് ചെയ്യുന്നു. ഈ കണ്ടന്റ് എനിക്ക് വേണ്ട കാര്യങ്ങൾ റീറൈറ്റ് ചെയ്ത് ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ അതായത് നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ നിങ്ങളിപ്പോ നമ്മളൊരു ടെസ്റ്റ് ആയിട്ടുള്ള ഒരു സൈറ്റിൽ നമ്മളിത് ചെയ്യുവാണ്. റിയൽ സൈറ്റിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കണ്ടന്റ് റീറൈറ്റ് ചെയ്യാന്നുള്ള പാർട്ട് മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ടൈറ്റിൽ ചിലപ്പോൾ നമ്മൾ മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കീവേഡ്സ് ഒക്കെ നമ്മൾ H2 ടാഗ് ആയിട്ടും H1 ടാഗ് ആയിട്ടും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു കേട്ടോ. അതാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഞാനിപ്പോ H2 ടാഗ് ആയിട്ട് ഈ സംഭവം ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ 2 കീവേഡ്സ് ഞാൻ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടന്റ്, നമുക്ക് വേണ്ട കണ്ടന്റ്സ് നമുക്ക് റീറൈറ്റ് ചെയ്യാം. SEO ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് റീറൈറ്റ് ചെയ്യാം. ഇവിടെ എനിക്ക് വേണമെങ്കിൽ വേറൊരു പേജിലേക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇന്നർ ലിങ്കിങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്കിപ്പോ SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് ഒരു പേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു പേജിന്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ എനിക്ക് ഇന്നർ ലിങ്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് സേവ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പേജ് കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പൊ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഈ ഒരു പേജ് കൂടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ചെയ്ത് കണ്ടോ, അതിന്റെ പേര് ഇപ്പൊ മാറി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് മാറി. ഈ ഒരു പേജിൽ പോയിട്ട് നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇന്നർ ലിങ്കുകൾ ചെയ്യണം എങ്ങനെയാന്ന് നോക്കാം. ഇത് ഞാനിപ്പോ ഈ ഒരു കീവേഡ് സെർച്ച് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ഒരു കീവേഡ് ഞാൻ സെലക്ട് ചെയ്ത ശേഷം ഞാൻ ഇതിപ്പോൾ ക്ലിക്ക് ചെയ്ത് ലിങ്കുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനുള്ള ആഡ് ചെയ്തിരിക്കുന്ന ഒരു പേജ് ഉണ്ട് അല്ലെ. നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഈ ഒരു പേജ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിലേക്ക് എനിക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇന്നർ ലിങ്കിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്തതിലേക്ക് പോയി അത് കഴിഞ്ഞ് SEO കോഴ്സ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം,
നമ്മുടെ ആ ഒരു പേജിലേക്ക്, വേറൊരു പേജിലേക്ക് അല്ലെങ്കിൽ ഈ പേജിലേക്ക് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇതിപ്പോ നമ്മൾ ഗൂഗിളിൽ നിന്ന് കണ്ടു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിളിലേക്ക് നമുക്ക് ലിങ്ക് കൊടുക്കാം. ഇങ്ങനെ ഗൂഗിളിലേക്ക് ലിങ്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ ലിങ്കുകളിലേക്ക് കൊടുക്കുക എന്ന് പറയുക കേട്ടോ. ഗൂഗിളിലേക്ക് ലിങ്ക് കൊടുത്തു, അതുപോലെ തന്നെ ബിങ്കിലേക്കും നമ്മൾ ലിങ്ക് കൊടുത്തു. ഓക്കെ, ഇത് രണ്ടിലേക്ക് നമ്മൾ ലിങ്ക് കൊടുത്തു. അപ്പൊ എന്തൊക്കെയായി, നമ്മൾ ടൈറ്റിൽ എൻ്റർ ചെയ്തു. നമ്മൾ പറഞ്ഞിട്ടുള്ള നേരത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ ഒരു ഓൺ പേജിൽ വരുന്ന ടൈറ്റിൽ അല്ലെ, ടൈറ്റിൽ ഓഫ് ദ വെബ്സൈറ്റ് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് H2 ടാഗ് ചെയ്തു, അതായത് നമ്മുടെ വരുന്ന കീവേഡ്സ് നമ്മൾ H2 ടാഗിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു, ടൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു, അതുപോലെ നമ്മുടെ ഈ കണ്ടന്റുകളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു റൈറ്റ് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇന്റേണൽ ലിങ്കിങ്ങൾ കൊടുത്തു, അതായത് നമ്മുടെ സൈറ്റിൽ തന്നെയുള്ള വേറൊരു പേജിലേക്കുള്ള ഒരു ലിങ്ക് ആയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എക്സ്റ്റേണൽ ലിങ്ക് നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇമേജ് നമ്മളിവിടെ കണ്ടു. ഓക്കെ, ഈ ഒരു ഇമേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കീവേഡ് വീണ്ടും നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു കീവേഡ് ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ഓൾ ടാഗ് കാണിക്കും. ഇവിടെ ഞാൻ ആ ഒരു ഇത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പേജിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അത് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് അതാണ് നമ്മൾ ഈ ഒരു പേജിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് എന്നുള്ളൊരു ഇതാണ് ഇതിന് ഓൾ ടാഗ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ ടൈറ്റിൽ ഓഫ് ദ വെബ്സൈറ്റ് ആഡ് ചെയ്തു, H2 ടാഗ് ആഡ് ചെയ്തു, അതുപോലെ കണ്ടന്റ് ആഡ് ചെയ്തു, ഇമേജ് ഓൾ ടാഗ് ആഡ് ചെയ്തു, അതുപോലെ തന്നെ എക്സ്റ്റേണലും ഇന്റേണൽ ലിങ്കുകളും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കണ്ടന്റിന്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ യോസ്റ്റ് SEOയുടെ പ്ലഗിന്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ്, നമ്മൾ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ് എന്താണ്, ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കീവേഡ്. ഓക്കെ, ഇവിടെ ഞാൻ ആ ഒരു കീവേഡ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഗൂഗിളിൽ നമ്മുടെ വെബ്സൈറ്റ് കാണുക എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, മൊബൈലിൽ എങ്ങനെ കാണാം, ഡെസ്ക്ടോപ്പിൽ എങ്ങനെ കാണാം എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിന്റെ ടൈറ്റിൽ, അതായത് എങ്ങനെയാണ് ഈ ഒരു ടൈറ്റിൽ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഈ ടൈറ്റിൽ എന്ന് പറയുന്ന സംഭവം ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈറ്റിൽ പോയി നമ്മുടെ. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടൈറ്റിൽ നമുക്ക് വേണം, അതായത് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന കീവേഡ് ആയിരിക്കണം ഫസ്റ്റ് നമ്മുടെ ടൈറ്റിലിൽ കാണിക്കണ്ടേ. ഓക്കെ, ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് കാണിക്കണ്ടേ. ഇനി ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, പേജിന്റെ ഒരു പേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ വരും. അത് ഞാനിപ്പോൾ എനിക്ക് വേണ്ട, അത് ഞാൻ കളഞ്ഞു. അത് കഴിഞ്ഞ് സെപ്പറേറ്റർ ഈ ഒരു ഡാഷ് ആണ് സെപ്പറേറ്റർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സൈറ്റ് ടൈറ്റിൽ നമ്മൾ വേഡ്പ്രസ് വെബ്സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, വ്യാടെക് ലേണിംഗ് ഹബ് എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ സൈറ്റ് ടൈറ്റിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായിരിക്കും നമുക്ക് ഇവിടെ വരിക. ഓക്കെ, ഇനി എനിക്ക് ഇതിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ എനിക്ക് വേറൊരു കീവേഡ് കൊണ്ട്, സെക്കൻഡറി കീവേഡ് കൊണ്ട് വേണമെങ്കിൽ എനിക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സെക്കൻഡറി കീവേഡ് ഞാൻ എന്താണ് സെലക്ട് ചെയ്യുന്നത്, ഇവിടെ ഞാനിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം എന്ന് പറയുന്നത് സെക്കൻഡറി കീവേഡും എനിക്കിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ആഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് റെഡിലേക്ക് പോകാൻ പാടില്ല. അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ റെഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കീവേഡ് നമ്മളിതിൽ കൊടുക്കാൻ പോലെ ടൈറ്റിൽ ഓവർ ആയി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്കത് വേണ്ടെങ്കിൽ ഞാൻ അവിടെ അത് കൊടുക്കുന്നില്ല. ഓക്കെ, അത് വേണമെങ്കിൽ കൊടുക്കാം. അത് നിങ്ങളുടെ കേസിൽ ഓവർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. എന്റെ കേസിൽ ഓവർ ആയതുകൊണ്ട് ഞാനത് ഇവിടെ കൊടുക്കുന്നില്ല. ഓക്കെ, എനിക്ക് ഇത് മാത്രമാണ് ഇവിടെ കൊടുക്കാൻ സ്പേസ് ഉള്ളത്. ഓക്കെ, ഞാനതിവിടെ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പാട്ട് ടൈറ്റിൽ, SEO ടൈറ്റിൽ നമ്മൾ ഇതിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത് വരുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആണ്. മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിളിന്റെ ഉള്ളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഈ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, അതാണ്. ഇതും നമ്മുടെ SEOയുടെ കാര്യത്തിന് ഒരുപാട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പാർട്ടാണ്. ഇതാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ആ കണ്ടന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ സൈറ്റ് കാണിക്കുമ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ആൾക്കാർ നമ്മുടെ സൈറ്റിലേക്ക് വരിക അല്ലെ. അതായത് ഈ ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതായത് നമ്മുടെ ആ ഒരു പേജ് എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളത് നമ്മൾ ഒറ്റയടിക്ക് തന്നെ ആൾക്കാർക്ക് ഈ ഒരു ഷോർട്ട് ഇതിൽ തന്നെ കാണണം. അതായത് ഒരുപാട് റിസൾട്ടുകളിൽ നമ്മുടെ സൈറ്റിനെ ആൾക്കാരെ പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് അവർക്ക് അത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് വളരെ കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്തെങ്കിലും വെറുതെ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല. നമ്മളിവിടെ എന്ത് ചെയ്യണം, വളരെ പ്രോപ്പർ ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇവിടുത്തെ മെറ്റാ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കുന്നത്, ഞാൻ എൻ്റെ കീവേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്
from the experts. Okay, ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് they are having more than 15 years experience in digital marketing സർവീസസ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ടൈപ്പ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓറഞ്ച് ആയി അല്ലെ, ഓറഞ്ച് ആയി. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓറഞ്ചിന് ശേഷം അതൊരു ഗ്രീൻ ആയിട്ട് മാറി അല്ലെ. ഇപ്പൊ ഇവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്രീൻ ആയി മാറുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിന്റെ ഇത് കണ്ടന്റ് ടൈപ്പ് ചെയ്യാനായിട്ട്. അതായത് ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറവാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് വിചാരിക്കാം. ഇത് നമ്മൾ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം വി സെർവ് ക്ലെയിംസ് അക്രോസ് ദ വേൾഡ്. ഓക്കെ, ഇത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോ കണ്ടോ ഇപ്പൊ ഓവറായി കണ്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ പോകേണ്ടത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീനിൽ തന്നെ നമ്മൾ നിർത്താനായിട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കണം. ഓക്കെ, ഇനി നമ്മളിപ്പോ ഇത് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഗ്രീനും അതുപോലെ തന്നെ റെഡും ഒക്കെ ആയിട്ട് മാറും. നമ്മൾ ഗ്രീനിൽ തന്നെ നിർത്താനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ നോക്കി കണ്ടോ, ഇങ്ങനെയായിരിക്കും ഒരു യൂസർ മൊബൈലിൽ നിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കാണാം. ഇങ്ങനെയായിരിക്കും ഡെസ്ക്ടോപ്പിൽ നിന്ന് കാണാം. ഓക്കെ, അതിലിപ്പോ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡിന്റെ ഇത് വെച്ചിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടോ SEO അനാലിസിസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ള യോസ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞു തരും. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു പേജിന്റെ ഉള്ളിലുള്ള ഓൺ പേജിന്റെ ഇഷ്യൂസ് എന്നത്. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ കീ ഫ്രേസ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ. കീ ഫ്രേസ്, ഇത് കീ ഫ്രേസ് അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ് എന്തിലില്ല, നമ്മുടെ ഫസ്റ്റ്, അതായത് യുവർ ഫ്രേസ് അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കണ്ടോ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഞാൻ ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാക്കിയതിന്റെ ഇത് മാറ്റി. ഇനി നമ്മൾ താഴെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ഇഷ്യൂ നമുക്ക് പോയി. ഇനി രണ്ടാമത് നമ്മൾ നോക്കാം. ഇതിനുള്ള നോക്കിയത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആസ് സ്പെസിഫൈഡ് ബട്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ ദ കീ ഫ്രേസ്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കൊടുത്തിട്ടുള്ള കീവേഡ് എന്താണ്, നമ്മുടെ കീവേഡ് ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. ഇത് അതിന്റെ ഉള്ളിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ എന്തായി, ആ ഒരു പാർട്ട് നമുക്ക് ഫിക്സ് ആയി. ഓക്കെ, അതിനുശേഷം അവർ പറയുന്നത് ടെക്സ്റ്റ് കണ്ടെയ്ൻസ് 125 വേർഡ്സ്. എന്താണ് മിനിമം വേർഡ് എന്ന് പറയുന്നത് 300 വേർഡ്സ് ആണ്. അപ്പൊ നമ്മുടെ കണ്ടന്റ് എപ്പോഴും നമുക്ക് ഈ ടോട്ടൽ കണ്ടന്റ് എന്താണ് 125 വേർഡ്സ് ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് കൂട്ടി നമ്മൾ 300 വേർഡ്സ് എങ്കിലും മിനിമം നമുക്ക് വേണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതനുസരിച്ചിട്ട് നമ്മൾ വീണ്ടും കണ്ടന്റ് ഇതിലേക്ക് ടൈപ്പ് ചെയ്യുവാണ്. ഓക്കെ, ഞാനിപ്പോ ഇത് നമ്മളെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നിങ്ങൾ ഒരിക്കലും വേറെ സൈറ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ഇതിൽ കണ്ടോ ഇത്രയും വേർഡ്സ് ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും കുറെ കൂടി കണ്ടന്റ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഓരോരോ പാരഗ്രാഫ്സ് ആയിട്ട് നമ്മൾ ഇതിലെ കണ്ടന്റ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. നിങ്ങളിത് പ്രോപ്പർ ആയിട്ട് തന്നെ കണ്ടന്റ്സ് റൈറ്റ് ചെയ്യണം. അത് റൈറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ യൂസ്ഫുൾ ആവത്തുള്ളൂ. ഓക്കെ, നമുക്ക് 283 വേർഡ്സ് ആയി. നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കീവേഡ് കണ്ടന്റ്സ് നമ്മൾ റൈറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് ആഡ് ചെയ്തപ്പോ എന്തായി, നമ്മൾ ആ പറഞ്ഞ ഒരു പ്രോബ്ലം നമ്മുടെ മാറി. ഇത് മാറി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായി, SEO അനാലിസിസ് എന്തായി, നമുക്കത് ഗ്രീൻ ആയിട്ട് കിട്ടി. ഓക്കെ, അതിനുശേഷം പിന്നെ ഉള്ള ഇംപ്രൂവ്മെന്റ്സ് അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇമേജ് കീ ഫ്രേസ്, അതായത് ഇമേജ് ഓൺ ദിസ് പേജ് ഡസ് നോട്ട് ഹാവ് ഓൾ ടാഗ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഓൾ ടാഗ് ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ, അത് സേവ് ആയിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് നമ്മൾ ഓൾ ടാഗ് നമ്മുടെ ഈ ഒരു മെയിൻ കീവേഡ് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മളത് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കൊടുത്തപ്പോൾ അത് ആഡ് ആയിട്ടുണ്ടായില്ല. നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ വന്ന് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു മാറിയിട്ടുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവരെന്താ പറയുന്നത്, സ്ലഗ്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ നമ്മളെന്ന് വെച്ചാൽ കീവേഡ് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ സ്ലഗ്. ഓക്കെ, അപ്പൊ അവർ പറഞ്ഞത് ഇതാണ് സ്ലഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു SEO ഫ്രണ്ട്ലി ആയിട്ട് URL വേണ്ടിയുള്ള പാർട്ടാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതും ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിനാക്കി നമ്മൾ മാറ്റുവാണ്. ഓക്കെ, ഇത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എന്തായി, എന്റെ ആ സ്ലഗും മാറി, എല്ലാ പാർട്ടുകളും നമ്മൾ മാറി. സ്ലഗ് എപ്പോഴും നമുക്ക് എന്താണ് ഒരു ഇതിട്ടിട്ട് നമുക്ക് സ്പേസ് ഇട്ടിട്ട് ആഡ് ചെയ്യാൻ പറ്റൂല കേട്ടോ. നമുക്ക് സ്പേസ് ഇട്ട് നമുക്ക് സ്ലഗ് ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു ഹൈഫൺ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ SEOയുടെ പാർട്ട് എന്തായി, ഇത് ഗ്രീൻ ആയിട്ട് കിട്ടി. ഓക്കെ, നമ്മൾ ഇങ്ങനെ വേണം നമ്മുടെ ഒരു ഓൺ പേജ് SEO നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു കണ്ടന്റിന്റെ ഉള്ളിലുള്ള യോസ് യൂസ് ചെയ്തിട്ട് കണ്ടന്റിനെ
നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് എടുക്കാനായിട്ട്. ഓക്കെ, ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സും അല്ലെങ്കിൽ വെബ്സൈറ്റ് പേജിന്റെ ഡിസൈനും ഒന്നും ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ടെസ്റ്റ് പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തതിനുള്ളിൽ തന്നെ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ ആയിരിക്കില്ല നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഒരു ക്ലയന്റ് ലൈവ് പ്രൊജക്റ്റ് ആയിട്ട് കിട്ടിക്കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഒരു ഡിസൈൻ പ്രോപ്പർ ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കും. ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. പക്ഷെ എന്താണ്, കണ്ടന്റ് എല്ലാം ഉണ്ടാവും. കണ്ടന്റ് റൈറ്റേഴ്സിന്റെ ഹെൽപ്പ് ഒക്കെ വേണ്ടി വരും. അവർക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ അവർ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്യേണ്ട കീവേഡ്സും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അത് ബേസ് ചെയ്തിട്ടായിരിക്കും അവർ കണ്ടന്റ്സ് റൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ റീറൈറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഓൺ പേജ് SEO നമ്മളൊരു പേജിന്റെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തു. നമ്മുടെ SEO യോസ്റ്റിൽ എന്താണ്, നമ്മുടെ SEO അനാലിസിസ് വളരെ ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ എന്താണ്, നമ്മുടെ ഒരു URL, നമ്മൾ SEO ഫ്രണ്ട്ലി URLസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ഹോം പേജ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് index.html എന്നോ അല്ലെങ്കിൽ index.php എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമുക്കത് റീറൈറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു പേജ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അടുത്തൊരു പേജാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആഡ് ചെയ്യുന്ന സ്ലെഡ്ജ് ഉണ്ടല്ലോ, ഓക്കെ, ഈ കൊടുത്തിരിക്കുന്ന പാർട്ടായിരിക്കും നമ്മുടെ SEO ഫ്രണ്ട്ലി ആയിട്ട് URL. ഇത് കണ്ടോ, ഒരു വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു URL നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ ഒരു പേജ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് പോകുന്ന കണ്ടോ, ഇതാണ് നമ്മുടെ SEOയുടെ നമ്മുടെ കീവേഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതാണ് SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള URL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൺ പേജിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഓൺ പേജ് ചെയ്യാന്നുള്ളതും Yoast SEO യൂസ് ചെയ്ത് എങ്ങനെ ഒരു പേജ് ഓൺ പേജ് SEO ചെയ്യാന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തു. ഇനി നമുക്ക് ഓൺ പേജ് SEOയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോസിൽ നമുക്ക് ചെക്ക് ചെയ്യാം.